വിമർശനം ഉയർത്തിയവർക്ക് തന്നെ യാഥാർത്ഥ്യബോധത്തോടെ ആ പ്രശ്നത്തെ സമീപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. കാരണം ഞാൻ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രിയാണ്. വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്ററിൻ്റെ ലോകത്തെ രണ്ടാമത്തെ സഹകരണ സംഘമായി തിരഞ്ഞെടുത്ത അവാർഡ് കൊടുത്തവരാണ്. ഒന്നാമത്തെ സഹകരണ സംഘം സ്പെയിനിലെ ഒരു സഹകരണ സംഘമായിരുന്നു. രണ്ടാമത്തെ സഹകരണ സംഘമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ തിരഞ്ഞെടുത്തിരുന്നു. അവർക്ക് അവാർഡ് നൽകിയിരുന്നു. അതേപോലെ തന്നെ ജോർദാനിൽ വെച്ച് നടന്നിരുന്ന ഏതാണ്ട് ഉച്ചകോടി ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് അലയൻസിൻ്റെ, ഞാൻ അതിലും പങ്കെടുത്തിരുന്നൊരു പ്രതിനിധിയാണ്. അന്നും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ സംബന്ധിച്ച് ഞങ്ങളോട് വിശദീകരിക്കുമ്പോൾ അവരത് പൊതുവിൽ അംഗീകരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്ത രംഗമുണ്ടായിരുന്നു. അത്തരത്തിൽ ലോകോത്തര നിലവാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്തുകൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഏറ്റുവാങ്ങിയിട്ടുള്ള കോഓപ്പറേറ്റീവ് സെക്ടറിൻ്റെ അഭിമാനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അവർക്ക് ഏതാണ്ട് 5000-ൽ പരം കോടി രൂപയുടെ ഓൺഗോയിങ് പ്രോജക്റ്റ് തന്നെ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ 11,000-ൽ പരം സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്. 2,500-ഓളം എഞ്ചിനീയേഴ്സുണ്ട്. ഇങ്ങനെ എല്ലാ നിലയിലും പരിശോധിച്ചാൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും നല്ല സഹകരണ സംഘങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ അവരെ തിരഞ്ഞെടുത്തിരുന്നത്. അത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന പലർക്കും അത് ബോധ്യപ്പെടാതെയും പരിഹാസത്തോടു കൂടി അതിനെ കാണുകയും ചെയ്തിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു ഘട്ടത്തിൽ നമ്മുടെ പാലാരിവട്ടം പാലം നിമിഷങ്ങൾക്കകം ഇടിഞ്ഞു പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ചുമതലപ്പെടുത്തിയത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിച്ച് ഉന്നതമായ നിലവാരത്തിൽ അത് പണിത് നമ്മൾ കണ്ടതാണ്. അതുപോലെ കേരളത്തിലെ അനവധി വർക്ക്, ഇപ്പോൾ ഏറ്റവും അവസാനം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ 402-ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ഏൽപ്പിച്ചത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ആദ്യഘട്ടം പറഞ്ഞ സമയത്ത് തന്നെ തീർത്ത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇതുപോലെ നമ്മുടെ ജില്ലയിലെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാം, എലിവേറ്റഡ് ഹൈവേ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിലെ വൻകിട പ്രോജക്റ്റുകളും അത് റീബിൽഡ് കേരളയിൽപ്പെടുത്തിയായിരുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ. വളരെ മനോഹരമായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കാരിത്താസ് ഓവർബ്രിഡ്ജ് എത്ര മനോഹരമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ള വർക്കുകളൊക്കെ തന്നെ ഏറ്റവും ഭംഗിയായി മനോഹരമായി ചെയ്തു തീർത്തിട്ടുള്ള കഴിഞ്ഞകാല അനുഭവങ്ങളും റെക്കോർഡുകളുമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കുണ്ട്. ആ സൊസൈറ്റിയുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് പല രൂപത്തിൽ അവർക്കെതിരെ വിമർശനം ഉന്നയിച്ചവർ തന്നെ കഴിഞ്ഞ നിയമസഭാ കാലത്ത് ഞങ്ങൾ കണ്ടതാണ്. വിമർശിക്കുന്ന കൂട്ടർ തന്നെ അവരെ പോയി കണ്ടിട്ട് ഞങ്ങളുടെ വർക്ക് എങ്ങനെയും എടുക്കണമെന്ന് ഒളിവിൽ സംസാരിക്കും. ഇപ്പോൾ ഏതായിരുന്നാലും ആ വിമർശിച്ചവർ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞ് അവർ നല്ല നിലവാരമുള്ളതാണെന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അത് ബോധ്യപ്പെടാൻ അവർക്ക് വൈകിയാണെങ്കിലും അതിൽ ബോധോദയം ഉണ്ടായിരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ ഗവൺമെൻറ് അഭിപ്രായം മുമ്പ് തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് വസ്തുതാപരമായി ആർക്കും പരിശോധിക്കാവുന്ന കാര്യമാണ്. അതിൽ അതിശയോക്തിപരമായ ഒരു കാര്യങ്ങളും ഇതുപോലെ തന്നെ അല്ല. അവരൊരു ഘട്ടത്തിൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്തോളം നിങ്ങൾ കണക്കുകൾ പരിശോധിച്ച ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് ഏൽപ്പിച്ച വർക്ക് അവർക്ക് അധികം അവർ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ലാഭം കിട്ടിയപ്പോൾ ആ ലാഭത്തിൽ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കിട്ടിയ തിരിച്ചടച്ച് ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തിയ ഒരു സഹകരണ സംഘം കൂടിയാണ്. അപ്പോൾ അവർക്ക് അഡ്വാൻസായിട്ട് പണം വേണം, അത് സമ്പാദിക്കുന്നു എന്ന് പറയുന്ന വല്ല അടിസ്ഥാനമുണ്ടോ? നിങ്ങൾ പരിശോധിച്ചുള്ള കണക്കും ഞാനത് നിയമസഭയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ കേരളത്തിൽ ഏറ്റവും നല്ല നിലവാരത്തിൽ നിന്നുകൊണ്ട് ഏറ്റെടുക്കുന്ന വർക്കുകളുടെ പെർഫെക്ഷൻ അത് 100% പരിശോധിക്കുക. എല്ലാം കൃത്യതയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ ചെയ്തു തീർക്കുന്ന ഏറ്റവും നല്ല ക്രെഡിബിലിറ്റിയുള്ള സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത ഏതൊരാൾക്കും ആ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചോളം മാതൃകാപരമാണെന്ന് അംഗീകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളാരും ശുപാർശ ചെയ്തിട്ടില്ല. അതിന് പ്രത്യേക സമിതിയുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ. ആ സമിതിയാണത് പരിശോധിച്ചിട്ട് അവരെ ലോകത്തെ രണ്ടാമത്തെ സഹകരണ സംഘമായി മുമ്പ് തിരഞ്ഞെടുത്ത് അവാർഡ് നൽകിയിട്ടുള്ളത്. അത് വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ജോർദാനിലെ ഉച്ചകോടിയിൽ ഞാനും പങ്കെടുത്തിരുന്നതാണ്. അവിടെ വെച്ച് അവർക്ക് കിട്ടിയ ആദരവൊക്കെ എനിക്കറിയാം. അത് പക്ഷേ ഞാനവിടെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി
സഹകരണ മേഖലയുടെ അഭിമാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത് സർക്കാർ അംഗീകരിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ ശബരിമല വിഷയത്തിൽ കുറ്റപത്രം ഇന്ന് ചെയ്യുമായിരിക്കുമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്ന കോടതി. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാതെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. ഞാൻ കിട്ടിക്കഴിഞ്ഞിട്ട് പറയാം.